ഞാൻ ഷീമ. അപ്പോൾ ഇന്ന് ക്ലാസ് തുറക്കാനായി. അപ്പം നമുക്ക് നാരങ്ങച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയിട്ട് നാരങ്ങയെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ ആവിയിൽ വേവിച്ചിട്ട് വെള്ള നാരങ്ങച്ചാർ ഇടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴുകി എടുത്തു തുടച്ചെടുക്കുന്നുണ്ട്. മാങ്ങ അച്ചാർ ഞാൻ ഇട്ടില്ല, കാരണം അത് ആ മാങ്ങയും കൊണ്ട് നമ്മുടെ വെസ്റ്ററിൻ പോയി അവന് ഉപ്പുമുളക് ഇട്ട് കഴിക്കണമെന്ന് കരുതി 1/2 കിലോ നാരങ്ങ വെച്ചാണ്ടോ വാങ്ങിയത്, ഒത്തിരി വാങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ എല്ലാ നാരങ്ങയും മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 4ആയിട്ട് മുറിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വലിയ നാരങ്ങയാണെങ്കിൽ 6 പീസാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് നാരങ്ങാച്ചാറിൽ ഞാൻ ഇടുന്നതിൻ്റെ എൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ എനിക്കിഷ്ടം വടുകപ്പുളിയ നാരങ്ങയാണ്. ഈ വലിയ നാരങ്ങയില്ലേ, ഇവിടെ അങ്ങനെ കേട്ടോ പറയണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഈ നാരങ്ങ ഉപ്പ് ചേർത്ത് പുരട്ടി മാറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. വൈകിട്ട് ഇപ്പോൾ അരിഞ്ഞു വെക്കാനാണെങ്കിൽ രാത്രി നമ്മൾ ഉണ്ടാക്കും. ഒരു 3-4 മണിക്കൂർ ഞാൻ ഉപ്പ് ചേർത്ത് പുരട്ടി വയ്ക്കും, എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അങ്ങനെ ഈ വടുവപ്പുളി നാരങ്ങ നമ്മുടെ ഈന്തപ്പഴവും കൂടി ചേർത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് കഴിക്കാനിഷ്ടം ഈ നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് തുറക്കുമ്പോഴാണ് നമുക്ക് ചോറിന് എന്ത് കറി എന്നുള്ള ഒരു ഇത് തന്നെ. അപ്പോൾ ഒരു എരിവ് കുറഞ്ഞ കറിയാണെങ്കിൽ ഈ നാരങ്ങ അച്ചാറും കൂടി സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഇത്തിരിയും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു ഓംലേറ്റും ഒരു അച്ചാറും ഒരു വേറെ എന്തെങ്കിലും ഒലത്തും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കറിയായി. അപ്പോൾ അങ്ങനെ ഞാൻ അച്ചാറിട്ട്, അപ്പോൾ വെള്ള നാരങ്ങ അച്ചാറും ഇട്ടിട്ടുണ്ടായി, ഈ നാരങ്ങ അച്ചാർ വടുകപ്പുളിയനുണ്ടായി, പിന്നെ ഒരു നാരങ്ങ അച്ചാറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അച്ചാറൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ അച്ചാർ ഇട്ടിട്ട് ഇപ്പോൾ 2 ദിവസമായി ഞാൻ ഇട്ട് വെച്ചിട്ട് പിന്നാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കി ഞാൻ വെക്കും. ഞാൻ കൂടുതലും മൺചട്ടിയിലാണ് കേട്ടോ അച്ചാറിടുന്നത്. ഇപ്പോൾ ഈ ഒരു ചട്ടിയാണ് എൻ്റെ അച്ചാറിടുന്ന ചട്ടി. അങ്ങനെ ഓരോന്നിട്ട് അച്ചാറിട്ടിട്ട് ഞാനിങ്ങനെ സ്റ്റീൽ പാത്രത്തിലാക്കി 2 ദിവസം കെട്ടിവെക്കും. എന്നിട്ടാണ് ഞാൻ ബോട്ടിലാക്കണം. അപ്പോൾ ഒരു വലിയ ബോട്ടിലാക്കും, ഒരു ചെറിയൊരു ബോട്ടിലും കൂടി ആക്കി വെക്കും. ഈ ബോട്ടിലൊക്കെ ഞാൻ അച്ചാർ തന്നെ ഇടുന്ന ബോട്ടിലാണ്. ഇത് കഴുകി ഉണക്കി വെച്ചേക്കും. എന്നുവെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പ് അച്ചാറുണ്ടാക്കുമ്പോൾ ഇതിനകത്തിട്ട് വയ്ക്കും. അങ്ങനെ ആട്ടോ ചെയ്യുന്നത്. 1-2 ബോട്ടിൽസും കൂടി വാങ്ങിക്കാനുണ്ട് അച്ചാറിട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ അച്ചാറുകളും ബോട്ടിൽസിലാക്കി ഇനി അത് കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കും. അപ്പോൾ ഈ ചെറിയ ബോട്ടിൽ തീരുമ്പോൾ വലിയ ബോട്ടിൽ നിന്ന് ചെറിയ ബോട്ടിലേക്ക് ആക്കും. അല്ലാണ്ട് എപ്പോഴും മൂടിയിട്ട് വലിയ ബോട്ടിൽ തുറന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പൂപ്പൽ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അച്ചാറിൽ എപ്പോഴും എണ്ണ അധികം ഉണ്ടായിരിക്കണം. അപ്പോൾ അച്ചാർ കേടുകൂടാതിരിക്കും. അച്ചാർ കണ്ടിട്ട് വെസ്റ്റേൺ കൊതിയായിട്ടോ, ഞാൻ വെസ്റ്റേൺ പറ്റിക്കലാണ്. ആദ്യം അവന് ഇത്തിരി എണ്ണ ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ കയ്യിലേക്ക് എടുത്തിട്ട് പോയിട്ട് പറഞ്ഞു, അയ്യോ ഇത് എണ്ണയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയാണ് അച്ചാർ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്കും ഇങ്ങനെ കാണുമ്പോൾ കൊതി വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അച്ചാർ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം, എനിക്ക് മടിയൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഫുഡ് ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരെ കൊണ്ട് കഴിപ്പിക്കാനും ഇഷ്ടമാണ്. ഞാൻ കഴിക്കൽ കുറവാണെങ്കിലും മറ്റുള്ളവർ കഴിക്കണാകുമ്പോൾ ഒരു സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ട